ഇന്ന് കേരളത്തിലെ അമ്മ പെങ്ങന്മാർക്ക് റോഡിലടങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമാക്കി തീർത്തിരിക്കുകയാണ്. മനസമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമായിരിക്കുകയാണ്. ഇവിടെ പാലക്കാട്ടെ എം എൽ എയെ ഭയന്നുകൊണ്ട് ഇവിടുത്തെ അമ്മ പെങ്ങന്മാർക്ക് ജീവിക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. കാട്ടുകോഴിയായി മാറിയിരിക്കുകയാണ് പാലക്കാട്ടെ എം എൽ എ എന്ന് പറയുന്നത്. ഇവിടെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറേ ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരെ വന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് ഹൂ കെയേഴ്സ് എന്നാണ് പറയുന്നത്. പക്ഷേ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും നിങ്ങളെ ശ്രദ്ധിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇന്നലെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ട് ഹണി ഭാസ്കർ എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരി പരസ്യമായി രംഗത്ത് വന്നു. അതിനെ തള്ളിക്കളയാനോ അവർക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളുവാനോ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. ഇത്തരത്തിൽ ഒരു കാട്ടുകോഴിയെ പാലക്കാടൻ ജനതയ്ക്ക് ആവശ്യമായിട്ടില്ല. ഇവിടെ നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് സമാധാനത്തോടു കൂടി രാത്രി ഉറങ്ങാൻ സാധിക്കണം. ഇവിടെ രാത്രി 10-11 മണിക്ക് ശേഷം ഇവർക്ക് ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം രാത്രി ആയി കഴിഞ്ഞാൽ പുള്ളി ഓൺലൈനിലാവുകയാണ്. രാത്രി ആയി കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര ആക്റ്റീവാണ്. ഇവിടെ ഞങ്ങൾ ആലോചിക്കുന്നത് എവിടെ നിന്നാണ് ഒരു ജനപ്രതിനിധിക്ക് ഇത്രയേറെ സമയം ലഭിക്കുന്നതെന്നാണ്. ഇവിടെ പാലക്കാട്ടെ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് സമാധാനത്തോടു കൂടി അന്തി ഉറങ്ങാൻ സാധിക്കണം. ഇനിയും ഇത്തരത്തിൽ അദ്ദേഹം ഒരു യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതുകൊണ്ടൊന്നുമില്ല. ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നമാണ്. പാലക്കാട്ടെ ജനങ്ങൾക്ക് സമാധാനത്തോടുകൂടി, ഇവിടുത്തെ അമ്മ പെങ്ങന്മാർക്ക് സമാധാനത്തോടുകൂടി കഴിയണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചേ പറ്റൂ. യൂത്ത് കോൺഗ്രസിന്റെ MLA സ്ഥാനം രാജിവെച്ചത് കൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുന്നില്ല. ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയമല്ല. ഇവിടെ അദ്ദേഹം MLA സ്ഥാനം ഒരു പൊതുപ്രവർത്തകനും, കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകനും ഇന്നേ വരെ ഇത്രത്തോളം ഒരു തരം താഴ്ന്ന രീതിയിലേക്ക് മാറിയിട്ടില്ല. ഈ ഒരു കാട്ടുകോഴിയെ ഇനി പാലക്കാടിന് ആവശ്യമായിട്ടില്ല. ഇദ്ദേഹത്തെ മുരുക്കുമരത്തിൽ തിളക്കേണ്ട സാഹചര്യമാണുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലെ മുരുക്കുമരത്തിൽ കയറ്റുകയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനിയും ഇത്തരത്തിൽ സഹിക്കുവാൻ പാലക്കാടൻ ജനത തയ്യാറല്ല. അതിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായാണ് ഇന്ന് നമ്മുടെ സഹോദരിമാരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം വന്നിട്ടുള്ളത്. ഇത് അവസാനത്തെ പ്രതിഷേധമല്ല. ഇവിടെ BJPയുടെ പ്രതിഷേധങ്ങൾ നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. പാലക്കാടിന്റെ MLA ഇവിടുത്തെ സ്ത്രീകൾക്ക് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ തന്നെ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് പരസ്യമായി പറഞ്ഞിരിക്കുന്നു, ഇനിയും ഇത്തരത്തിൽ പെണ്ണുപിടിയനായ ഒരുത്തനെ ഇത്തരത്തിലൊരു സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എന്നുള്ളത്. ഇനിയും പാലക്കാടിന് ഒരു പെണ്ണുപിടിയനായ MLA ഇവിടെ ആവശ്യമായിട്ടില്ല. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി BJPയുടെ പ്രവർത്തകർ ഇനിയുള്ള ദിവസങ്ങളിൽ പാലക്കാട് MLA ഈ പെണ്ണുപിടിയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നതുവരെ, ഈ കാട്ടുകോഴി രാജിവെക്കുന്നതുവരെ BJPയുടെ നേതൃത്വത്തിലുള്ള അതിശക്തമായ സമരങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.